മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ പുതിയ അണക്കെട്ട് എന്ന ആവശ്യവുമായി മുന്നോട്ട് പോകാൻ കേരളം പുതിയ അണക്കെട്ടിന്റെ വിശദ പ്രോജക്ട് റിപ്പോർട്ട് ജലവിഭവ വകുപ്പ് തയ്യാറാക്കുകയും ചെയ്യുകയുണ്ടായി. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിലും അതുപോലെ തുടർച്ചകളിലും DPR മുൻനിർത്തിക്കൊണ്ട് പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ഉന്നയിക്കാനുള്ള ആലോചനയാണ് കേരളത്തിന്റെ മുന്നിൽ കൂടുതലും ഉള്ളത്. തമിഴ്നാടിന് ജലം കേരളത്തിന് പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തിന് ഇപ്പോഴും കേരളം ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തോട് തമിഴ്നാട് ശക്തമായി എതിർക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം തടസ്സം നിൽക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന അഭിപ്രായമാണ് സർക്കാർ കൂടുതലും കൈക്കൊണ്ടിട്ടുള്ളത്. സാധനങ്ങൾ എത്തിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി നൽകണമെന്ന കോടതിയുടെ നിർദ്ദേശവും അതുപോലെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ തമിഴ്നാട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിശ്ചിത സമയത്തിനകം തീരുമാനവും തുടർ നടപടിയും വേണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. തമിഴ്നാടിന് ഏറെക്കുറെ അനുകൂലമായ തീരുമാനം യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്.